ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ. അപ്പോൾ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. തിരിച്ച് യു എയിലേക്ക് വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എയിൽ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആവശ്യം വരും എന്നുള്ള കാര്യവും, ബേസിക്കായിട്ട് എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, യു എയിൽ 2 തരത്തിലുള്ള സ്കൂളുകളാണുള്ളത്. പബ്ലിക് സ്കൂൾസും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂൾസും. പബ്ലിക് സ്കൂൾസ് നമുക്കറിയാം, ഗവൺമെൻറ് സ്കൂൾസ് അല്ലേ, അവിടെ MOയുടെ അണ്ടറിൽ വരുന്ന സ്കൂൾസാണ് ഇതൊക്കെ. പിന്നെ അത് MOE കരിക്കുലം ആയിരിക്കും മോസ്റ്റ്ലി. പിന്നെ വരുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതാണ് ബ്രിട്ടീഷ് കരിക്കുലം, അമേരിക്കൻ കരിക്കുലം, ഇന്ത്യൻ കരിക്കുലം ഒക്കെ. അപ്പോൾ അതിൽ ഏത് കരിക്കുലം വേണമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ വരുന്ന സ്കൂളാണോ, ട്രാൻസ്പോർട്ടേഷൻ ഈസി ആവോ, കുട്ടികൾക്ക് അധികം ബേർഡൻ ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കുമോ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ ലൊക്കേഷൻ വരിക എന്നുള്ളതൊക്കെയാണ്. പിന്നെ ആ സ്കൂളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ആ ഏരിയയിലേക്ക് ഉണ്ടോ, ഫ്ലാറ്റിന് താഴെ വരെ ഉണ്ടോ ട്രാൻസ്പോർട്ടേഷൻ, ടൈമിംഗ് എങ്ങനെയാണ്, അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എങ്ങനെയാണ്, നല്ല രീതിയിൽ പെരുമാറുന്നവരാണോ, സ്കൂളിൽ കരാട്ടെ പോലെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, അവിടെ കൂടുതലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളാണോ, അതോ തിയറി ബേസ്ഡ് ആയിട്ട് പെർഫെക്റ്റ്ലി പോകുന്നതാണോ, അങ്ങനെയൊക്കെ. കുറച്ച് പേർക്ക് എന്തായാലും തിയറി ബേസ്ഡ് ആയിട്ട് നന്നായിട്ട് കുട്ടികൾ പഠിക്കണം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള സ്കൂളിൽ ചേർക്കാം. അല്ല, ചിലർക്ക് കുട്ടികൾ നല്ല പോലെ ആക്ടിവിറ്റീസിലൊക്കെ കൂടുതലായിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള സ്കൂളുകളിലും കരിക്കുലവും ചൂസ് ചെയ്യുക കേട്ടോ. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഓവറോൾ റെപ്യൂട്ടേഷൻ എങ്ങനെയുണ്ടെന്ന് പണ്ട്, അതായത് പഠിപ്പിച്ചിട്ടുള്ള പേരൻസിനെയൊക്കെ മീറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ബെസ്റ്റ് ഐഡിയ. ഓരോ ഏരിയയിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ മുവേലയിലാണെങ്കിൽ മുവേല കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്. സോ അതുപോലത്തെ ഓരോ ഗ്രൂപ്പ്സും ഓരോ ലൊക്കാലിറ്റിയിലും ഉണ്ടാവും നിങ്ങൾ താമസിക്കുന്നത്. ആ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി ഏതോ ബെസ്റ്റ് സ്കൂൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അവരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്താണ്, അഡ്മിഷൻ, അതായത് സൈറ്റിൽ തന്നെ ഉണ്ടാവും ഓൺലൈൻ ആപ്ലിക്കേഷൻ. 500 dirhams ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി സ്കൂൾസിലും. അത് റീഫണ്ടബിൾ ആയിരിക്കില്ല കേട്ടോ. ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ആ സ്കൂളിലൊന്ന് പോയി സ്കൂൾ ടൂർ അറ്റൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ സ്കൂളിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം. എനിക്ക് ഇന്ന ഡേറ്റിൽ എനിക്ക് കുട്ടിയെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു സ്കൂൾ ടൂർ ആവശ്യമുണ്ട്. സോ ലെറ്റ് മീ സീ യുവർ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കൊണ്ടുപോയി എല്ലാ മുക്കുമൂലയും അവരുടെ ക്ലാസ്സസും ആക്ടിവിറ്റീസ് ഏരിയയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കാണിച്ചു തരും, വിശദമായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് കണ്ടിട്ട് നമുക്ക് 2-3 സ്കൂൾ ഇതേപോലെ ടൂർ ചെയ്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള സ്കൂള് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യാതെ, ഇപ്പോൾ ഓപ്പൺ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഉണ്ടാവും ചില സ്കൂളുകളിൽ. ആ ഓപ്പൺ ഡേയിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് സ്കൂൾ കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്കൂൾ ടൂർ എന്ന് പറയുന്ന ഫെസിലിറ്റി ഇപ്പോൾ ഒരു മിഡ് ടേം ആയപ്പോഴാണ് നമ്മൾ കുട്ടിയെ ചേർക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്, അതായത് സ്കൂൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെല്ലണമെങ്കിലും ഈ സ്കൂൾ ടൂർ പോസിബിൾ ആണ്. സോ അത് നോക്കിയിട്ട് മാത്രം നമ്മൾ രജിസ്ട്രേഷൻ ഫീ അടച്ചാൽ മതിയാവും. അത് റീഫണ്ടബിൾ അല്ലല്ലോ, വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ എന്താ പറയുക, ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ സ്കൂളിൻ്റെയും അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഫീസ് സ്ട്രക്ചർ കാണാൻ പറ്റും. ഓരോ വർഷവും നെക്സ്റ്റ് ഇയർ ആ കുട്ടി അവിടെ തന്നെയാണ് ഇപ്പോൾ 7th പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ 7th പഠിച്ചുകൊണ്ടിരിക്കുന്നു, 8th എത്ര ഫീസ് വരും, 9th 12th അങ്ങനെ എത്ര ഫീസ് വരും എന്നുള്ള ഫീസ് സ്ട്രക്ചർ ഓഫ് കോഴ്സ് യു ക്യാൻ സീ ദെയർ. ട്രാൻസ്പോർട്ടേഷൻ ഫീസും വെബ്സൈറ്റിൽ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ പോകുന്ന ഡോക്യുമെൻറ്റ്സിലേക്കാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബർത്ത് സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ വേണം. എല്ലാ കോപ്പീസും സ്കാൻഡ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത്. ആ സ്കാൻഡ് കോപ്പീസ് എല്ലാം തന്നെ കളർ ആയിട്ട് വേണം സ്കാൻ ചെയ്യാനായിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കാൻസ് ഒന്നും ഈ യുഎയിൽ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. നെക്സ്റ്റ് പാസ്പോർട്ട് ആൻഡ് വിസയുടെ കോപ്പീസ്. ദെൻ എമിറേറ്റ്സ് ID കുട്ടിക്കുണ്ടെങ്കിൽ അത്. പ്രീവിയസ് സ്കൂൾ റെക്കോർഡ്സ് ഓർ റിപ്പോർട്ട് കാർഡ്സ്. പ്രീവിയസ് സ്കൂൾ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് കാർഡ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, മീൻസ് സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ TC അതുപോലെ
നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അജ്മാനിൽ നിന്ന് ദുബായിലേക്ക് മാറ്റുന്നു, ദുബായിൽ നിന്ന് വേറെ ഏതെങ്കിലും എമിറേറ്റ്സിലേക്കൊക്കെ മാറ്റുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ TC മതിയാവും ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ വരുന്നത് എങ്കിൽ അറ്റസ്റ്റഡ് ആയിട്ടുള്ള TC സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളും പ്ലസ് ഇമ്മ്യൂണൈസേഷൻ, അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സ് അത് വേണം. അപ്പോൾ UAE തന്നെ വാക്സിനേഷൻ കുറച്ച് വ്യത്യാസം കൂടിയുണ്ട് നാട്ടിൽ നിന്ന് എടുക്കുന്നതിൽ. അപ്പോൾ എന്തെങ്കിലും ഇഞ്ചെക്ഷൻസ് ഒക്കെ അഡീഷണലി എടുക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കളർ കോപ്പി കൂടി എടുത്ത് കൊടുക്കേണ്ടതാണ്. ഇനി കുട്ടി ഏതെങ്കിലും രീതിയിൽ മെഡിക്കേഷനിലാണ് എങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും നമുക്ക് ഹാജരാക്കണം കേട്ടോ അവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത് അയച്ചു കൊടുക്കാവുന്നതാണ്. സോ അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സിൽ ഇത് അത്യാവശ്യമില്ല. സോ ഇപ്പോൾ നമ്മളൊരു സ്കൂൾ ടൂർ കഴിഞ്ഞു, എന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 500 ദിർഹംസ് അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് കുട്ടിയെ കൊണ്ട് പോയിട്ട് അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയാണെങ്കിൽ അവർ പിന്നെ വരുന്നത് ഓഫർ ലെറ്റർ പോലെ കുട്ടിക്കും ഓഫർ ലെറ്റർ വരും കേട്ടോ, അവിടെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള. ആ സമയത്ത് പേയ്മെൻറ്റ് അടയ്ക്കുക, ബുക്സിനുള്ള ഫീസ് അടയ്ക്കുക, അതുപോലെ തന്നെ യൂണിഫോമിനുള്ള ഫീസ് അടയ്ക്കുക, ട്രാൻസ്പോർട്ടേഷനുള്ള ഫീസ് അടയ്ക്കുക, ഇതൊക്കെ ചെയ്യാം. മിക്കവാറും തന്നെ 3 ഘട്ടങ്ങളിലായിട്ടും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനൊക്കെയുള്ള സംവിധാനം സ്കൂളിലുണ്ടാവും. സോ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ കൺഫർമേഷൻ ലെറ്റർ നമുക്ക് കിട്ടും. പിന്നെ ഓറിയൻറ്റേഷൻ ആയിരിക്കും. സ്കൂൾ തുറക്കാറാവുന്ന സമയത്തൊക്കെയാണ് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ പാരൻസിന് ഓറിയൻറ്റേഷൻ സെഷൻസ് കിട്ടും. അല്ല ഇൻ ബിറ്റ്വീനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അപ്പോഴത്തെ ആ ഓറിയൻറ്റേഷൻ സെഷൻ നമുക്ക് മിസ്സാവും കേട്ടോ. പിന്നെ സ്റ്റാർട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യും. പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇമെയിൽ വഴിയും, അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ടീംസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് ഡോജോ, അങ്ങനെ സ്കൂളിൻ്റെ പ്രത്യേകം പോർട്ടൽസ് അതുവഴിയൊക്കെ നമ്മളെ എല്ലാ വിവരങ്ങളും അവരറിയിക്കും. സോ അതനുസരിച്ച് നമുക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് ഓൺ അഡ്മിഷൻ പ്രൊസീജിയർ. അപ്പോൾ ഇതൊരു ക്ലിയർ പിക്ചറായി എന്ന് വിചാരിക്കുന്നു. പ്രീവിയസ്ലിയും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കരിക്കുലം റിലേറ്റഡ് ആയിട്ടുള്ളത്. പ്ലീസ് ഡു വാച്ച്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സോ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സേവ് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബി ഹാപ്പി.